ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്നേഹത്തോടുകൂടെയല്ലേ റമളാൻ നമ്മുടെ മുന്നിലേക്ക് തന്നത്. അല്ലാഹുവിനെ അറിയണേ. വഴിപ്പെട്ടാലും ഇല്ലേലും അല്ലാഹു നമുക്ക് കരുണ ചെയ്യല്ലേ. എത്ര തെറ്റുകളാ നമ്മൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമുക്ക് തരുന്നതിൽ ഒരു കുറവുമില്ലല്ലോ. എത്ര സമയബന്ധിതമായ നമ്മൾ നമ്മുടെ കണ്ണുകളുടെ ഇമകളെ കൂട്ടിപ്പിടിക്കുന്നത്. നമ്മൾ ഇന്നവരെ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ഒരു 5 മിനിറ്റ് നമ്മുടെ കണ്ണിന്റെ ഇമ വെട്ടാതെ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടിരുന്നാൽ ആ കണ്ണിനൊരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും വരുന്ന ഒരു എരിച്ചിലുണ്ട്, ഒരു പുകച്ചിലുണ്ട്. ആ കണ്ണിൽ നിന്നും അസഹ്യമായ വേദനയും നീറ്റലുമുണ്ട്. ആ സമയം ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന് കണക്കില്ലാതെ വരികയാ. കണ്ണുനീര് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂക്കളാ കൊണ്ട് ഇടങ്ങേറാവുകയാ. ഒരു വല്ലാത്ത അസ്വസ്ഥതയാ. എന്തിന്റെ പേരിലാ? സ്വമേധയാ സമയബന്ധിതമായി ആവശ്യാനുസൃതമായി ചിമ്മിക്കൊണ്ടിരുന്ന കണ്ണിനെ ഒന്ന് ചിമ്മാതെ പിടിച്ചു നിന്ന 2 മിനിറ്റ് കൊണ്ട് നമ്മൾ അനുഭവിച്ചതാ. അല്ലാഹുവോട് ചോദിച്ചിട്ടാണോ ഈ കണ്ണ് ചിമ്മിയത്? അല്ലാഹുവോട് ചോദിച്ചിട്ടാണോ ഒരുപാട് ലക്ഷോപലക്ഷം വരുന്ന വാതകങ്ങളും മൂലകങ്ങളും പൊടിപടലങ്ങളും ഉള്ളതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് മൂക്കിന്റെ തുമ്പിലേക്ക് ഓക്സിജൻ അല്ലാഹു നമ്മുടെ മൂക്കിന്റെ തുമ്പിലേക്ക് എത്തിച്ചത്? ഇന്നവരെ അല്ലാഹുവോട് ചോദിച്ചിട്ടാണോ തന്നിട്ടുള്ളത്? എന്നിട്ടും ഈ ലക്ഷോപലക്ഷം വരുന്ന വാതകങ്ങളിൽ നിന്നും ഈ മിശ്രിതങ്ങളിൽ നിന്നും ഓക്സിജനെ നമ്മുടെ മൂക്ക് വലിച്ചെടുക്കുന്ന ആനുകൂല്യത്തിലേക്ക് ഒരൊറ്റ ശ്വാസത്തിന് പോലും അല്ലാഹുവോട് പടച്ചോനെ എനിക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നീ എന്റെ മൂക്കിന്റെ തുമ്പിൽ തരണേ. ഞാനും നിങ്ങളും ചോദിച്ചിട്ടില്ല. എന്തെല്ലാം ഭക്ഷണങ്ങളാ നമ്മൾ കഴിച്ചോടത്തോളം ഭക്ഷണങ്ങൾ ശരീരത്തിന്റെ അകത്ത് ആ ഭക്ഷണത്തിന്റെ കാഠിന്യമനുസരിച്ച് ആവശ്യമായ ആസിഡുകളും അതുപോലെ തന്നെ ആവശ്യമായ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പുറത്തു വരുന്ന രസങ്ങളും കൊണ്ട് ദഹനത്തിന് സമയബന്ധിതമായ ഒരു പീരീഡ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ അത് ദഹിച്ചു പോയില്ലെങ്കിൽ ശരീരത്തിന് കേടാ. അത് ദഹിക്കാൻ വേണ്ട സ്രവങ്ങൾ മുഴുവനും ആവശ്യാനുസൃതം അല്ലാഹു ഉൽപ്പാദിപ്പിച്ചത് നമ്മൾ ചോദിച്ചിട്ടാണോ? അല്ലാഹുവോട് എത്ര തെറ്റുകളാ നമ്മൾ ചെയ്തത്. എന്നിട്ടും RCCയുടെ മുറ്റത്തേക്ക് പോവേണ്ടി വന്നിട്ടില്ലല്ലോ. ഒരിക്കലും മാസ്റ്റർ മെഡിസിറ്റിയുടെ മുന്നിലേക്ക് പോയിട്ട് ഭീമമായൊരു സംഖ്യ അവിടെ കെട്ടിവെച്ചുകൊണ്ടൊരു ചികിത്സയ്ക്ക് വേണ്ടി വിധേയരായിട്ടില്ലല്ലോ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുവോട് ചോദിക്കാഞ്ഞിട്ടും നമ്മുടെ കുഞ്ഞിളം പ്രായക്കാരെത്രയാ വളർന്നു വന്നത്. അല്ലാഹുവോട് ചോദിക്കാഞ്ഞിട്ടും അവരുടെ വായിലേക്ക് നമ്മൾ നുള്ളി വെച്ചു കൊടുത്ത സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മൾ അവരെ അണച്ചു പിടിച്ചത്. ആ കിളിനാദത്തിന്റെ മധുരം നുകരാൻ നമ്മുടെ കൽബുകൾക്ക് കഴിഞ്ഞത്. അല്ലാഹുവിനെ നമ്മൾ എത്ര ധിക്കരിച്ചിട്ടും നമ്മുടെ സന്തോഷങ്ങൾ അവൻ എത്രയാ തന്നത്. അല്ലാഹുവോട് ചോദിച്ചിട്ടാണോ? അല്ലാഹുവിനോട് നമ്മൾ എത്രയാ എതിര് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവോട് 11 മാസം എതിര് കാണിച്ചിട്ട് 11 മാസം അല്ലാഹുവോട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് 11 മാസം അല്ലാ എന്ന വിചാരം ഹൃദയത്തിൽ ഇല്ലാതെ ജീവിച്ചിട്ട് 11 മാസം ഹറാമുകൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കാതെ നമ്മൾ അതിലേക്ക് ഇഴകിച്ചേർന്നിട്ട് 11 മാസത്തോളം നമ്മുടെ മനസ്സുകൾക്ക് ആർദ്രമായ ഒരു ഭാവമില്ലാഞ്ഞിട്ടോ 11 മാസം ഇബാദത്തിലേക്ക് നമ്മൾ കാട്ടിക്കൂട്ടലുകളുടെ പേക്കോലങ്ങൾ പെയ്തിറങ്ങിയിട്ടോ 11 മാസത്തോളം അല്ലാഹുവിനെ ബോധിപ്പിക്കുന്നതിന് പകരം നമ്മൾ പലരെയും ബോധിപ്പിച്ച് പല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ 12ാമത്തെ മാസം പരിശുദ്ധ റമളാൻ വന്നപ്പോൾ അല്ലാഹു എങ്ങനെയാ നമ്മൾ സ്വീകരിച്ചത്? കടന്നു പോടാ, നിന്റെ അമൽ എനിക്ക് വേണ്ട. ഇക്കഴിഞ്ഞ 11 മാസം നീ കാട്ടിക്കൂട്ടിയത് കണ്ടതാ ഞാൻ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ പാപ കൂമ്പാരങ്ങൾ എഴുതി വെച്ച ഏടുകൾ എന്റെ അടുക്കൽ രേഖയാ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ ഇടത്തെ ചുമലിലിരിക്കുന്ന മലക്കെഴുതി വെച്ചത് എന്റെ മുന്നിൽ രേഖയാ. ഇക്കഴിഞ്ഞ 11 മാസം നിന്റെ വലത്തെ ചുമലിലെ മലക്കിന് പണിയില്ലാതിരുന്നത് എന്റെ മുന്നിൽ രേഖയാ. നീ എന്റെ മുന്നിലേക്ക് വരണ്ട. ആനുകൂല്യത്തിന്റെ സൗഭാഗ്യത്തിന്റെ കവാടം തുറക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ റമളാനിന്റെ അനുഗ്രഹ വിഭൂഷിതമായ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ സോപാനങ്ങളെ കുറിച്ചോ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന ഇബാദത്തിന്റെ ഇരട്ടി എന്ന പ്രതിഫല ആനുകൂല്യത്തെ കുറിച്ചും കേട്ടപ്പോ അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കാൻ നീ കടക്കടാ പുറത്തെന്ന് പറഞ്ഞില്ല. അല്ലാഹു സ്നേഹത്തോടുകൂടെ നമ്മെ സ്വീകരിച്ചു. റമളാനിനെ അല്ലാഹു മൂന്നാക്കി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ. ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. ഇമാം തുർമുദിയെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. അല്ലാഹു റമളാനിനെ മൂന്നാക്കി. ഒന്നാമത്തെ ആദ്യത്തെ 10 ഉണ്ടല്ലോ,
ആദ്യത്തെ 10 അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ 10, അള്ളാഹുവിന്റെ കരുണയുടെ 10. കരുണയുടെ 10 കൊണ്ട് അള്ളാഹു റമദാനിൽ നമ്മിലേക്ക് സമീപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്നേഹമാത്. അള്ളാഹു കാത്തിരിക്ക. പകൽ മുഴുവൻ പാപം ചെയ്തവനെ പാതിരാവിൽ അള്ളാഹു കാത്തിരിക്കാം. പാതിരാവിന്റെ നിശബ്ദതയിൽ, അവന്റെ ഏകാന്തതയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തപ്പോൾ പ്രഭാതത്തിന്റെ പൊൻപുലരി മുതൽ അള്ളാഹു കാത്തിരിക്ക. ഒന്ന് ചോദിക്കുമോ? എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്ക് ദുആക്ക് ഉത്തരം തരും മുഅ്മിനേ. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ അള്ളാഹു പരിഗണിക്കയല്ലേ? അള്ളാഹുവോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിക്കുമ്പോൾ അള്ളാഹുവിന് അലിവ് വരികയല്ലേ മുഅ്മിനേ? മഹാനായ ഇബ്നു റജബ് തങ്ങൾ അവിടുത്തെ ലത്വായിഫുൽ മആരിഫിൽ ചിന്തനീയമായ ഒരു കവിത കൊണ്ടുവരുന്നുണ്ട്. എന്നെ പറ്റി പറയുന്നതാ അത്, എന്നെ കേൾക്കുന്നവരെ പറ്റി പറയുന്നതാ അത്. യാദല്ലദീ മാ കഫാ ഹുദ്ദംബു ഫീ റജബി ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി. റജബിന്റെ സമാരംഭത്തിൽ തന്നെ ഉസ്താദ് വഴുന്നു പറഞ്ഞിരുന്നു, റജബ് കിട്ടിയാൽ റമദാൻ കിട്ടി. റമദാന്റെ മുഖവുരയാ റജബ്, റമദാന്റെ ശിഖരമാ ശഅബാൻ. റമദാനിൽ ചെയ്യേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും റജബിലേ ആവാം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ശഅബാൻ മാസത്തിൽ അവർ ഖത്മ് ഓതി തുടങ്ങുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ റജബ് വരുമ്പോൾ തന്നെ സക്കാത്തുകളൊക്കെ നേരത്തെ കൊടുത്തു തീർക്കുമായിരുന്നു. റമദാൻ വരാൻ കാത്തു നിൽക്കുമായിരുന്നില്ല. സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത് ഇമാം ഗസ്സാലി പറയുന്നു, ഇമാം ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവിടുത്തെ മുൻകൈയിൽ പറയുന്നു, സ്വഹാബികൾ അവരുടെ മുഖങ്ങൾ മുസ്ഹഫിൽ ശഅബാൻ മാസത്തിൽ കമഴ്ത്തി വെച്ചിരിക്കായിരുന്നുവത്രേ. പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ഇമാം ബൈഹഖിയുടെ ശുഅബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മഹാനെ കുറിച്ച്, ഇബ്നു സഅദാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് 120 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്മ് ഓതുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു റമദാനിൽ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നവവി അവിടുത്തെ മജ്മൂഇന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, 60 പ്രാവശ്യം ഖുർആൻ ഖത്മ് ഓതുമായിരുന്നു പരിശുദ്ധ റമദാനിൽ. ഇവരൊക്കെ റജബിലും ശഅബാനിലും ഒക്കെ ഇങ്ങനെ ഈ ഖത്മുൽ ഖുർആനിന്റെ പരിശീലനം നടത്തിയിരുന്നവരാ. എന്നാൽ ഞാനോ നിങ്ങളോ അങ്ങനെയല്ല. റമദാനിനോടുള്ള പരിഗണന റജബ് കൊണ്ട് തുടങ്ങണമെന്ന് പഠിപ്പിച്ചോടത്ത് നിന്ന് നമ്മൾ തെറ്റി. റജബിൽ നമ്മൾ പാപം ചെയ്തു, ശഅബാൻ വന്നിട്ട് നമ്മൾ നന്നായില്ല. ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാനി, ശഅബാൻ വന്നിട്ടും നമ്മൾ ഹറാം ചെയ്തു. എന്നാൽ പേടിക്കണ്ട, എന്നാൽ നീ വിഷമിക്കണ്ട. ലഖദ് അല്ലക ശഹ്റു സൗമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹ്റൽ സിയാനി. നിന്റെ മുന്നിലേക്ക് പാപം ചെയ്ത് തളർന്നു വന്നവനെ, നിന്റെ മുന്നിലേക്ക് തണലിട്ടിരിക്കുന്നത് റമദാനാ. നിന്റെ മുന്നിലേക്ക് തണലിട്ടിരിക്കുന്നത് റമദാനാ. നീ വിഷമിക്കല്ലേ. കാരുണ്യവാനായ അല്ലാഹു, റബ്ബായ അല്ലാഹു, റഹ്മാനായ അല്ലാഹു, അവന്റെ കരുണയുടെ 10 കൊണ്ട് റമദാൻ നിനക്ക് തുടങ്ങി തന്നിരിക്കാം. കരുണയുടെ 10 കൊണ്ട് അല്ലാഹു റമദാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു ഉപദേശം, ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹ്റൽ സിയാനി. റജബിലും ശഅബാനിലും ചെയ്ത പോലെ, പവിത്രമെന്ന് അറിഞ്ഞിട്ടും നീ തെറ്റ് ചെയ്ത പോലെ റമദാനിൽ ആവർത്തിക്കല്ലേ. നിനക്കത് രണ്ടും അല്ലാഹു പുറത്തു തന്നേ. അതുകൊണ്ട് റമദാൻ വന്ന് എന്താ ചെയ്യേണ്ടത്? വത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിം വഖുർആനി. വത്ലുൽ ഖുർആൻ, തനിച്ചിരുന്ന് ഖുർആൻ ഓതിക്കോ. അങ്ങനെയുണ്ട്. ആരെങ്കിലും കേൾക്കുന്നോടത്തുള്ള പാരായണത്തെ ഖിറാഅത്ത് എന്നാ പറയാം. ഏകാന്തതയിലെ സ്വന്തത്തെ ബോധ്യപ്പെടുത്തുന്ന പാരായണത്തെ തിലാവത്ത് എന്നാ പറയാ. തിലാവത്തുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ. ഖൽബ് നന്നാവാനാ റമദാൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. ഉള്ളിലേക്ക് ഒരു വെളിച്ചം തരാനാ റമദാൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരാശിയുടെ അഖിലകാലത്തെയും നിയമമാണ് പരിശുദ്ധ റമദാന്റെ ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ വിചാരപദങ്ങൾ
അത് നന്മ കൊണ്ട് സജീവമാവാൻ എന്ന ലക്ഷ്യമാ ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും നോമ്പ് കൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പറഞ്ഞ ആ ഹൃദയത്തിന്റെ വിചാരപദങ്ങളിലേക്ക് നന്മകൾ വരാൻ ഖുർആൻ പാരായണം കൊണ്ട് സാധ്യം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ് ഇദാ അസ്വബഹുൽ മാ ഖാലു വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇരുമ്പിൽ ഈർപ്പമടിച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ മനുഷ്യരുടെ മനസ്സിന്റെ അകത്തേക്ക് തുരുമ്പ് കടന്നു വരും. പാപഭംഗിലമായ ജീവിതം കറുത്ത പുള്ളികൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ കറുത്ത പുള്ളി ഒരു പുള്ളി വീണ അപ്പ തന്നെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിൽ മടങ്ങിയാൽ അപ്പോഴേ അവന്റെ കറ പോവൂ എന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. എന്നിട്ട് ഈ ആയത്ത് ഓതി. എന്നാൽ കറങ്ങനെ കളയാൻ നേരം കിട്ടിയിട്ടില്ലേ? ആ കറയുള്ള കൽബിന്റെ കറ കളയാൻ അടുത്ത അമൂല്യമായ മരുന്ന്, റമദാനിന്റെ ഏറ്റവും വലിയ വിഭവം, മഹാനായ ഇമാം അൽ ആരിഫ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു, റമദാനല്ലേ വരുന്നത്, ഹൃദയം നന്നാക്കാൻ നോമ്പ് മാത്രമല്ല, വത്സുൽ ഖുർആൻ, ഖുർആൻ തനിച്ചിരുന്ന് ഓതിക്കോ. തനിച്ചിരുന്നുള്ള പാരായണം ഒരു മനുഷ്യനിൽ കൊടുക്കുന്ന മാസ്മരികമായ മാറ്റങ്ങൾ എത്രയെന്നറിയോ? കഅബ ശരീഫിന്റെ മുന്നിൽ അള്ളാന്റെ ഹബീബ് ഖുർആൻ പാരായണം നടത്തുമായിരുന്നു. അതിങ്ങനെ കേൾക്കാൻ വേണ്ടി ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ വട്ടമിട്ടിരിക്കുമായിരുന്നു. ഒരിക്കൽ തിലാവത്തിന്റെ സുജൂദിന്റെ രംഗമെത്തിയപ്പോൾ മുത്തായ നബി തങ്ങൾ സുജൂദ് ചെയ്തതിൽ യാദൃച്ഛികമായി യാന്ത്രികമായി പിന്നാലെ കൂടിയവർ മുഴുവനും അവിടെ സുജൂദിൽ വീഴുന്നു. ഈ ഖുർആന്റെ വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണങ്ങളെ ഒന്ന് കാതോർക്കാൻ വേണ്ടി ഞാനും പോയിരുന്നു പലപ്പോഴും, അതൊന്ന് കട്ടുകേൾക്കാൻ. അങ്ങനെ പലപ്പോഴും ഞാനത് കട്ടുകേട്ടു. ഇമാം അഹ്മദിന്റെ മുസ്നദുൽ ഹദീസ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണത്തെ കട്ടുകേട്ട സ്വഹാബിയ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മുറിവ്. ഈ വചനങ്ങൾ അനശ്വരമായ ഖുർആനിന്റെ ചടുലമായ സാഹിത്യങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ ഇതൊരു പദ്യമോ ഇതൊരു കവിയുടെ കവിതാവചസ്സുകളോ എന്റെ ഉള്ളിൽ തോന്നിയ സംശയത്തിന് തൊട്ടടുത്ത ആയത്ത് മറുപടി എന്നോണം നിർഗളിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ അനശ്വരമായ ശബ്ദവീചികൾ ഇതൊരിക്കലും ഒരു കവിയുടെ കവിവചനങ്ങളല്ല, കവിതാവചസ്സുകളല്ല. എന്നാൽ ഇതൊരു ജോൽസിന്റെ വാക്കുകൾ. എന്റെ മനസ്സ് മന്ത്രിച്ചു. അപ്പോൾ തൊട്ടടുത്ത ആയത്ത് എനിക്ക് മറുപടിയായി പറയുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് പാരായണം ചെയ്തു. ഇതൊരിക്കലും ഒരു ജോൽസിന്റെ കബടി നിരത്തി പറയുന്ന ഭാവി പ്രവചനങ്ങളെല്ലാം, ഇത് അള്ളാഹുവിന്റെ കലാമാ. എന്റെ ഉള്ളിൽ ഒരു തണുപ്പ് വന്നു. ആ തണുപ്പാണ് ദാറുൽ അർഖമിൽ അഷ്റഫുൽ ഖൽഖിനെ സമീപിക്കാൻ എനിക്ക് പ്രചോദനവും എനിക്ക് പ്രേരണയും എനിക്ക് ആവേശവുമായി മാറിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് ഹദീസായി കാണാം. ഖുർആൻ കേട്ടാ മതി, ഖുർആൻ കേട്ടാ മതി, നമ്മൾ നന്നാവും. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ദുആ ഉണ്ടല്ലോ, പടച്ചോനെ അല്ലാഹുമ്മ അയ്യിദ് ദീനക ബിഅഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിന്റെ ദീന് നീ ശക്തിപ്പെടുത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ദ്വാരുന്നു. രണ്ടാലൊരു ഉമർ, രണ്ടിലേക്കും ചാൻസ് ഉണ്ട്. ഒരാൾക്ക് അതിന്റെ ചാൻസ് കിട്ടിയാൽ മറ്റേ ആളിൽ ഒരു സാധ്യത പ്രതീക്ഷിച്ചു. ദുആ അഷ്റഫുൽ ഖൽഖിന്റെതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്നതിൽ ഒരാൾക്ക് ഉറപ്പും ഒരാൾക്ക് സാധ്യതയുമുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂജഹലിനെയും ഉദ്ദേശിച്ച റസൂലുള്ളാഹി ദുആയിരുന്നു. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹു അത് സാക്ഷാത്കരിച്ചുവെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് നബിയേ. ഇസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുസ്മിഅൽ ഖുർആൻ. മഹാനായ ഇബ്നു മസ്ഊദ് എന്ന കുഞ്ഞുമോൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, കഅബ ശരീഫിന്റെ മുന്നിൽ വട്ടമിട്ട് ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആഘോഷിക്കുന്ന ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെ അല്ലാഹുവിന്റെ ഖുർആൻ ഞാനൊന്ന് കേൾപ്പിക്കട്ടെ നബിയേ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ
അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്ത പൊന്നുമോന് പ്രതീക്ഷയുണ്ട് നബിയേ. ഞാൻ അവിടെ പോയി അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങ് ഓതി കേൾപ്പിച്ചാൽ ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നവരിൽ അബൂജഹലുണ്ട്. അയാൾ ഇസ്ലാമിൽ വന്നാൽ അതൊരു വലിയ കാര്യമല്ലേ? ഉള്ളിന്റെ ഉള്ളിലുള്ള മോഹവുമായി ഒരു ചെറിയ മോനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനും കൊണ്ടുപോയി. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഖുർആനിലെ പുതിയ പിള എന്ന് റസൂലുള്ളാഹി പറഞ്ഞ അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. الرحمن علم القرآن خلق الإنسان علمه البيان. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതി വന്നപ്പോ മഹാനായ ഇബ്നു മസ്ഊദിന്റെ വലിയ മനോഹരമായ ഓത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബിനോട് കൂടെ ഇങ്ങ് തിരിച്ചു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ തിരിച്ചു വരുമ്പോ പരിശുദ്ധമായ മസ്ജിദിൽ ഒരാൾ നിന്ന് നിസ്കരിക്കുന്നു, ഉറക്കെ ഊതുന്ന ശബ്ദം. ആ പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കാതോർക്കാനൊന്ന് നിശ്ചലമായി നിന്നു പോവുകയാ. കാൽ പെരുമാറ്റങ്ങളെ അടക്കി വെക്കണേ, ഒന്ന് നിശബ്ദമാകണേ, അതൊന്ന് കേൾക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആ പാരായണത്തിലേക്ക് ശ്രവണം കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മൗനാവൃതമായ മുഖത്തിൽ നിന്നും ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള പോലെ മുത്തായ നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് അതിന് മറുപടി പറഞ്ഞ പോലെ പറഞ്ഞു, ഉമറേ, പരിശുദ്ധമായ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാം വഹയിന്റെ അമരധ്വനികൾ ഓതിത്തന്ന് ഇറക്കിത്തരുമ്പോ ആ സമയം പച്ചയായ വഹയിന്റെ ആരവങ്ങളെ ഏതൊരു താളത്തിലാണോ, ഇമ്പത്തിലാണോ, ഈണത്തിലാണോ കേൾക്കാൻ കഴിയുന്നത്, അതേ ഈണത്തിലും താളത്തിലും ഖുർആന്റെ തങ്കലിപികൾ പാരായണം ചെയ്യുന്ന മാസ്മരികമായ ശബ്ദം കേൾക്കണോ? എന്നാൽ മഹാനായ ഇബ്നു മസ്ഊദ് ഓതുന്നത് കേട്ടാൽ മതിയെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനത്തെ മോനാ ഖുർആൻ ഓതാൻ പോകുന്നത്. കഅബ ശരീഫിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതി സൂറത്തുർ റഹ്മാൻ. അല്ലെങ്കിൽ നമുക്കറിയാം നല്ല മനോഹരമായ വരികളാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവിടേക്ക് എത്തി വരുമ്പോൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ അതിന്റെ ഇമ്പമാർന്ന താളത്തിലേക്ക് കേട്ടിരിക്കുന്നവരിൽ പലരും ശ്രദ്ധിക്കുന്നത് കണ്ട അബൂജഹൽ അരിശത്തോടു കൂടെ വന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് എന്ന കൊച്ചുമോന്റെ കവിളിന് നോക്കി ചെവി അടച്ചുകൊണ്ടൊരൊറ്റ അടിയങ്ങ് കൊടുത്തപ്പോ അബൂജഹലിന്റെ പരുപരുത്ത കരങ്ങൾ കൊണ്ട് ആ കവിൾത്തടത്തിൽ തീർത്ത അടയാളം ഒരു ചെവിക്കടിച്ച് മറ്റേ ചെവിയിലൂടെ രക്തം ചീന്തുന്ന രീതിയിൽ ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞിട്ട് വന്നു. ആ സമയം അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. സഹാബിയുടെ ഒരു പ്രതീക്ഷയാണ്, ഈ ഓത്ത് അബൂജഹൽ കേട്ടാലും നന്നാവും. ആ ഒരു പ്രതീക്ഷ അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ വിഷയവുമായി ബന്ധമില്ല ബാക്കിയുള്ള കാര്യം, എന്നാലൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി രക്തം വാർന്നൊലിക്കുന്ന കാതിൽ ചെറിയ കൈകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് പൊന്നുമോൻ വാ വിട്ട് കരഞ്ഞു വരുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ മുന്നിലുണ്ട്. ഹബീബിന്റെ മുഖം കൊണ്ട് വാടി. പൊന്നുമോൻ കരഞ്ഞു വരുന്നത് കണ്ടപ്പോ ചെറിയ കുഞ്ഞ പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ബദറിലേക്ക് ഈ മോൻ പോകാൻ നേരം അവിടുന്ന് യുദ്ധത്തിലേക്ക് പോവാൻ സ്വഹാബികളെ വിളിക്കുന്ന നേരത്ത് ഞാനുമുണ്ടെന്ന് പറയാൻ കൈ പൊക്കിയിട്ട് കാണാതെ വന്നപ്പോ പെരുവിരലിൽ എഴുന്നേറ്റ് നിന്നു. അത്രേ ഉയരമുള്ളൂ പിൽക്കാലത്ത് ഈ സ്വഹാബിക്ക്. അത്രയും ചെറിയ മോന. ആ സ്വഹാബി കരഞ്ഞു വരുന്നത് കണ്ട് റസൂലുള്ളാഹിയുടെ മുഖം വാടി ജിബ്രീൽ ചിരിച്ചു, ചോദിച്ചു, ലിമല്ലാഹിക യാ ജിബ്രീൽ സതഅരിഫു സിർറഹു യാ റസൂലല്ലാഹ്. എന്തിനാ നീ ചിരിച്ചത് ജിബ്രീലേ? നബിയെ, ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം പിന്നീട് അങ്ങേക്കറിയാം. ബദർ വന്നിട്ട് അബൂജഹലിനെ തോണ്ടി വിളിച്ചു ബദർകളത്തിൽ വെച്ച്. ആരടാ അബൂജഹല്? ഞാനാ. സാഹമ ഫീ ഖത്ലി അബീ ജഹൽ. അബൂജഹലിനെ കൊല്ലാൻ 2 കുട്ടികളെ അല്ലാഹു നിയോഗിച്ചു. അതിലൊരു മോൻ ഈ മോനാ. ചെറിയൊരു പിച്ചാത്തിയുടെ പിടി കയ്യിൽ പിടിച്ചാൽ പോലും കൈ വിറയ്ക്കുന്ന പ്രായം. ഒരു ചെറിയ കത്തി കൊണ്ട്, ഒരു ചെറിയ കടാര കൊണ്ട് അബൂജഹലിനെ തീർത്തത്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിഷേധിയായി മുന്നിൽ നിന്നുകൊണ്ട്
അധാർമികതയ്ക്ക് ചുക്കാൻ പിടിച്ച അബൂജഹലിനെ, പാവപ്പെട്ടവനെയും അനാഥയെയും ചവിട്ടി മെതിച്ച അബൂജഹലിനെ, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞത് ഖുർആൻ അബൂജഹലിനെ കുറിച്ച്. ആ അബൂജഹലിനെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വലിച്ച് താഴെയിട്ടിട്ട് പണി തീർത്തത് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി ഈ മോന. എന്നിട്ടോ അബൂജഹലിന്റെ ശിരസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ബദറാണ്. മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ടെന്റിന്റെ അകത്തായി റസൂലുള്ളാഹി ഉള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ ശിരസെടുത്ത് പൊക്കി നോക്കിയപ്പോൾ പൊക്കാൻ കഴിയുന്നില്ല, ഉയർത്താൻ കഴിയുന്നില്ല ഭാരം കൊണ്ട്. പൊന്നുമോൻ അബൂജഹലിന്റെ ഒരു ചെവിയിലൂടെ ദാരമിട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്കെടുത്ത് ഒരു ചരട് കൊണ്ട് അത് കോർത്ത് വലിച്ചുകൊണ്ട് നബിയേ, സത്യത്തെ വെല്ലുവിളിച്ചവൻ, സത്യത്തെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് വന്നവരുടെ നേതാവിന്റെ ശിരസുമായ ഞാൻ വരുന്നതെന്നോ അകലെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുവരാ. റസൂലുള്ളാഹിയുടെ മുന്നിൽ കൊണ്ടുവന്ന ശിരസ് വെച്ചു. ആ സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴും ഉണ്ടവിടെ. ഇറങ്ങി വന്നിരിക്കുന്നു ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, അന്ന് ഞാൻ ചിരിച്ചില്ലേ പൊന്നുമോന്റെ ചെവിയിലൂടെ രക്തം വാർന്നൊലിച്ചതിന്? അന്ന് ചിരിച്ചതിന്റെ രഹസ്യം ഇത് കണ്ടിട്ടാ നബിയേ. ഒരു ചെവിക്ക് പകരം രണ്ട് ചെവിയാണല്ലോ നബിയേ. ഈ തല അധികമായല്ലോ നബിയേ. സയ്യിദുനാ ജിബ്രീൽ ഖുർആൻ കൊണ്ട് ഒരു മനുഷ്യൻ നന്നായ ആള് ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ ഖുർആന്റെ പാരായണം കൊണ്ട് നന്നാകുമോ എന്ന് സ്വഹാബികൾ പ്രതീക്ഷിച്ചത് അബൂജഹലിനെ പോലും. എന്നാൽ പറയുന്നു, പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങിക്കോ, ഖുർആൻ ഓദിക്കോ. ഖുർആൻ ഒളുവോടുകൂടെ ഓതണേ, ഖുർആൻ നോക്കി ഓതണേ. യാസീനെ നിനക്കറിയോ എങ്കിലും നോക്കി ഓതണേ. ഞാനെന്ന് പറയട്ടെ, മഹാന്മാര് പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാമല്ലോ, നിസ്കാരത്തിന്റെ അകത്ത് വെച്ച് നമ്മൾ ഓതുന്ന ഖുർആനിന് 100 ഇരട്ടി കൂലിയ. നിസ്കാരത്തിന്റെ അകത്ത് ഓതുന്ന ഖുർആനിന് 100 ഇരട്ടി കൂലിയ. നിസ്കാരത്തിന്റെ പുറത്തേക്ക് വന്ന് മുസഹഫ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഓതുന്ന ഖുർആൻ, ഒളുവോടുകൂടെ ഓതുന്ന ഖുർആൻ, ഒരായത്ത് ഓതിയാൽ 50 ആയത്ത് ഓതുന്ന കൂലിയ, 50 ഇരട്ടി കൂലിയ. എന്നാൽ ഒളു ഉണ്ട്, പക്ഷെ മുസഹഫിൽ നോക്കിയല്ല ഓതുന്നത്. അങ്ങനെയുള്ള ഓത്തിനാണെങ്കിൽ 25 ഇരട്ടി കൂലിയ. എന്നാൽ ഒളുവുമില്ല, മുസഹഫിൽ നോക്കലുമില്ല, ഖുർആനാണ് ഓതുന്നത്. ഓതാൻ ശരീരത്തിൽ വലിയ ശുദ്ധിയുടെ തടസ്സവുമില്ല. എന്നാൽ ആ മനുഷ്യന് 10 ഇരട്ടി കൂലിയ. 10 ഇരട്ടിയാ ഖുർആൻ പാരായണത്തിന്റെ തുടക്കം. 10 ഇരട്ടി കൂലിയ. മനുഷ്യന്റെ കൽബങ്ങ് നന്നാവാ, കൽബിന് കരുത്ത് വരികയാ, സ്നേഹം തോന്നാൻ, ആർദ്രത തോന്നാൻ, സഹാനുഭൂതി തോന്നാൻ റമദാനുള്ള പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ളത് പരിശുദ്ധമായ ഖുർആന. വത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. ഖുർആൻ ഓദിക്കോ നീ, തസ്ബീഹ് ചൊല്ലിക്കോ നീ. റമദാനല്ലേ എന്റെ പ്രിയമുള്ളവരെ, റമദാനിലേക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് ആയുസ് തരട്ടെ, അല്ലാഹു നമുക്ക് ആരോഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. പരിശുദ്ധ റമദാന്റെ 30 ദിവസത്തേക്ക് ഞാൻ പറയുന്നു, നമ്മൾ ഇനി കണ്ടുമുട്ടുമോ, എവിടെ വെച്ച് കാണും, എങ്ങനെ കാണുമെന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും നമ്മൾ കാണുന്നത് മഹ്ശറയിലുണ്ടല്ലോ. അവിടെ വരുമ്പോൾ നമുക്കൊരു ഉപകാരമുണ്ടാകണം. ഈ സ്നേഹബന്ധത്തിന് ഒരു ഉപകാരമുണ്ടാവണം. ഈ സംഗമത്തിനൊരു പ്രയോജനം വേണം. പരിശുദ്ധ റമദാനിലേക്ക്, റമദാനിന്റെ അവസാനത്തെ രാവ് വരുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽക്ക് ഞാൻ
ഒരു 100 സ്വലാത്തിൽ കുറയാത്തത് ചൊല്ലുമെന്ന് പറയാൻ ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവർ ഒരു തമാശ പോലും പറഞ്ഞ അനാവശ്യമായി ചിരിക്കാത്ത ഈ സദസ്സില് പരിശുദ്ധ റമദാന്റെ കബൂലിയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിന് വേണ്ടിയിട്ട് റമദാനിന്റെ അവസാന ദിവസം വരെ എനിക്ക് ചൊല്ലാൻ ഒരു ദിവസം 100ൽ കുറയാത്ത സ്വലാത്ത്, ഈ വഅദിന്റെ ലാഭം അതാണ് സഹോദര. ആരൊക്കെ തയ്യാറുണ്ടോ ഒന്ന് കൈ പൊക്കുമോ? അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ ഇന്ന് മുതൽ 100 സ്വലാത്ത് ചൊല്ലാൻ തയ്യാറാ. ആ കൈയൊന്ന് പൊക്കിയേ, അള്ളാഹുവിന്റെ ഹബീബ് കാണട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ അല്ലാഹുവിന്റെ മുന്നിൽ വർത്തമാനം പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. തലക്കോട്ട് മൂല ഈ മഹല്ല്, ഈ പള്ളിയുടെ അങ്കണത്തിൽ തടിച്ചുകൂടിയ സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് കൈ പൊക്കിയത് അള്ളാന്റെ മുന്നിൽ നമുക്ക് അനുകൂലമായി മാറാൻ, ഈ സ്വലാത്തിന് വേണ്ടി കൈ പൊക്കിയത് അനുകൂലമായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തസ്ബീഹുകള്, സ്വലാത്തുകള്, റമദാനിന്റെ 1ാമത്തെ രാവ് വരുമ്പോൾ സൂറത്തുൽ ഫത്ഹ് ഓതണേ. പ്രത്യേക സുന്നത്താണിത്. റമദാനിന്റെ നിലാവ് കണ്ടെന്നറിഞ്ഞാൽ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് ഓതണേ. ഒരുപാട് വിജയങ്ങൾ അല്ലാഹു തരും. ആ ഒരു വർഷത്തിന്റെ വിജയം അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വെറും 29 ആയത്തേ ഉള്ളൂ. 29ാമത്തെ ആയത്ത് ബദരീങ്ങളെ പറയുന്ന ആയത്ത. റമദാനിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ റമദാനിൽ ഖുർആൻ ഉണ്ടല്ലോ, റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ, റമദാനിൽ ബദർ ഉണ്ടല്ലോ, റമദാനിൽ ബദരീങ്ങൾ ഉണ്ടല്ലോ. ബദരീങ്ങളെ പറയുന്ന അധ്യായമാണ്. ബദരീങ്ങളെ കുറിച്ച് പറയാൻ സാഹിത്യത്തിന്റെ ചടുലഭാവങ്ങളെ അക്ഷരങ്ങളിലും അർത്ഥത്തിലും കുറവ് വരാതെ അതിന്റെ സർവ്വപ്രൗഢിയിലും സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ബദരീങ്ങളുടെ നേതാവിനെയും പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. റമദാനിന്റെ ചൈതന്യം ഹൃദയത്തിലേക്ക് കയറി. നീണ്ട 16 ദിവസം നോമ്പെടുത്തു, പട്ടിണിയില. എന്നിട്ടോ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറി ഈമാൻ, സഹാനുഭൂതി എന്തെന്ന് പഠിപ്പിച്ച ബദരീങ്ങളുടെ ആ കബൂലായ നോമ്പിന്റെ പ്രഭയുണ്ടല്ലോ. ബദറിന്റെ രണഭൂമിയിൽ അധാർമികതയുടെ നേതൃത്വത്തിലിരുന്ന ആളുകളെ നിരം പരിശാക്കാനുള്ള ആയുധങ്ങളായി 951 313 പോരാടിയത് പരിശുദ്ധ റമദാൻ ഹൃദയത്തിൽ തട്ടിയതിന്റെ വിജയമാ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കം കുന്ത തഅരിഫു മിൻ മംസാമ ഫീ സലഫി മിൻ ബൈനി അഖിലിൻ വജീറാനി വഇഖ്വാനി. കഴിഞ്ഞ കൊല്ലം റമദാനിൽ നോമ്പെടുത്ത പലരെയും നമുക്കറിയാമല്ലോ. ഈ കൊല്ലം റമദാൻ വരുമ്പോൾ അവർ നമ്മുടെ കൂടെ ഇല്ലല്ലോ. മഹാനായ ഇബ്നു റസ്ബ് തങ്ങൾ പറയാ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കൂടെ നോമ്പ് തുറക്ക വേണ്ടിയിട്ട് പള്ളിത്തിണ്ണയിൽ വന്ന് ആ ഒരിറക്ക് വെള്ളവുമായി, ആ ഒരു കീറ് കാരക്കയുമായി തസ്ബീഹ് ചൊല്ലാനും സറ പറയാനും കൂടിയിരുന്നവരുണ്ടല്ലോ. അവർ പലരും ഇന്ന് ഇല്ലല്ലോ. തറാവീഹ് നിസ്കാരത്തിന് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ പള്ളിയിലേക്ക് നടന്നു നീങ്ങിയവരുണ്ടല്ലോ. ഇന്ന് ആ ടോർച്ചിന്റെ വെളിച്ചവും ആ ടോർച്ചും അതിൽ കൂടെയുണ്ടായിരുന്ന ഒരാളില്ല. പക്ഷെ മറ്റേ ആളുണ്ട്. തനിച്ചാക്കി നീ ഒറ്റക്ക് നടന്നു പോരുന്നല്ലേ? നീ ആലോചിച്ചിട്ടുണ്ടോ? അഫ്നാഹുമുൽ മൗത്ത് വസ്തബ്ഖാ ഖബഅദഹും ഹയ്യം ഫമാ അഖറബൽ ഖാസിമിനദ്ദാനി. അവരെ മരണം കൊണ്ടുപോയല്ലോ. നമ്മുടെ തലക്കോട്ട് മൂല പള്ളിയുടെ ഖബർസ്ഥാനിലും അതുപോലെ തന്നെ പരിസരത്തുള്ള പള്ളികളുടെ ഖബർസ്ഥാനിലും അവരുടെ ഖബറുകളുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ പലരും ഉണ്ടായല്ലോ. കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോകുന്നവർ ഈ കൊല്ലം ഹജ്ജിന്റെ വോളണ്ടിയർമാരായി കഴിഞ്ഞ കൊല്ലം ഉണ്ടായവർ പലരും ഈ കൊല്ലം ഇല്ലാതെ ഉണ്ടല്ലോ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ?
മരണത്തിന്റെ കൂർത്ത നഖങ്ങൾ അവരെ വാരിപ്പുണർന്നു കൊണ്ടുപോയ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ. മാരക രോഗങ്ങളുടെ ദംഷ്ടകങ്ങൾ അവരെ കാർന്നു തിന്ന് ജീവിതം ഹോമിച്ചു പോയ അവസ്ഥയുണ്ടല്ലോ. ഒരുപാട് ഉണ്ടായിരുന്നത് പലതും ഇല്ലാതെ പോയ അവസ്ഥയുണ്ടല്ലോ. എപ്പോഴാ നിന്നെയും അത് പ്രാപിക്കായെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? റമളാന ആവർത്തിക്കുന്ന അനുഗ്രഹമല്ല മുഅ്മിനേ, ഒരായുസിന്റെ സൗഭാഗ്യമാ, ഒരായുസിന്റെ സൗഭാഗ്യമാ. ഒരു റമളാൻ കബൂലായി കഴിഞ്ഞാൽ അത് മതിയെന്ന ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചല്ലോ, പടച്ച റബ്ബേ, ഒരു വലിയ ആബിദായ മഹാനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ജീവിതമൊന്ന് പഠിക്കാനാ. അല്ലാഹു പറഞ്ഞു, നേരെ നടന്നു നബിയെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നേരെ നടന്നു. അല്ലാഹു പറഞ്ഞ ഇടമെത്തി. ആ സമയം ഈസാ അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പർവ്വതത്തിന്റെ വിടവിൽ ഒരു മഹാനായ മനുഷ്യനിരുന്ന് ഇബാദത്ത് ചെയ്യാ. എത്രയോ നൂറ്റാണ്ടുകളായി അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ, അത്ഭുതം തോന്നാണ് തമ്പുരാനെ, അത്ഭുതം തോന്നാ. ഈ മഹാനായ മനുഷ്യന്റെ ഇബാദത്ത് കണ്ടുകൊണ്ട് ആ ഏകാഗ്രതയിൽ ഞാൻ അത്ഭുതം തോന്നാ. ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ടോ? ഉണ്ട് നബിയേ, ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ട്, ഇതിലും വലിയ ഇബാദത്തിന്റെ അത്ഭുതമുണ്ട്. പറയണേ അല്ലാ, റബ്ബേ, നീ എനിക്ക് പറഞ്ഞു തരുമോ? ഈസാ നബി അലൈഹിസ്സലാം സാഷ്ടാംഗ സമർപ്പണത്തിലാ, സുജൂദിൽ കിടന്നുകൊണ്ട് ചോദിക്കാ. അല്ലാഹു പറഞ്ഞു, അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകൻ വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒരംഗത്തിന് പരിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാവ് കൊടുക്കുന്നുണ്ട്. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇബാദത്തിന്റെ അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതം ആ ഇബാദത്തിന്റെ ധന്യമുഹൂർത്തങ്ങളിലാ ഈസാ നബി അല്ലാഹുവോട് ഇനി ചോദിക്കുന്നത് കരഞ്ഞിട്ടാ. ഈസാ നബിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. ഗദ്ഗദത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോട് സുജൂദിനെ ധന്യമാക്കിയ കണ്ണുനീര് ചാലിട്ടൊരുകിയ ആ നിമിഷത്തിൽ മഹാനവറുകൾ അല്ലാഹുവോട് വിതുമ്പി ചോദിക്കാ, അല്ലാഹുവേ, ആ ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യത്തിലേക്ക് എന്നെ നീ ചേർക്കുമോ? ആ ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യത്തിലേക്ക് നീ എന്നെ ചേർക്കുമോ? സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ സൃഷ്ടാവായ കാരുണ്യവാനായ അല്ലാഹുവോട് അവന്റെ ഇഷ്ടദാസൻ പ്രവാചക പദവിയിൽ നിന്ന് ചോദിക്കുന്നത്, പിന്നീട് പ്രവാചക പദവി ഇല്ലാതെയാണെങ്കിൽ പോലും എനിക്ക് ആ സമുദായത്തിന്റെ സൗഭാഗ്യത്തിലൊന്നു കൂടാൻ. പിന്നീട് വരുന്ന ഈസാ നബിക്ക് നബി എന്ന പദവിയില്ല. മഹാനവറുകൾ ഒരു ആലിമാണ്. പക്ഷേ അന്ന് നബിയുടെ പദവിയിൽ നിന്നും മഹാനവറുകൾക്ക് കഴിയാതെ പോയത് ഈ ആലിമിന്റെ പദവിയിൽ നിന്നും കഴിയുന്ന, അന്ന് ഇഞ്ചീൽ കയ്യിലുള്ളപ്പോൾ കഴിയാതെ പോയത് ഇന്ന് ഖുർആൻ കൊണ്ട് കഴിയുമെന്ന് പറയുന്ന വിയർപ്പിന്റെ കണങ്ങളുടെ ആ സുഗന്ധം കൊണ്ട് പോലും ദജ്ജാൽ പോലും ഡമസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ പറന്നിറങ്ങുന്ന ഈസാ നബിയുണ്ടല്ലോ, അത്ഭുതങ്ങൾ തീർക്കുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാസ്മരികമായ വിയർപ്പ് കണങ്ങളുടെ സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധം തന്നെയാ ദജ്ജാലിനെതിരെയുള്ള ആയുധം. മഹാനവറുകൾക്ക് നേരെ വരുന്നതായ യഹൂദികളുണ്ടല്ലോ, അവരെ പിടിച്ചുകെട്ടാൻ അന്ന് മഹാനവറുകൾക്ക് കഴിയാതെ പോയത് ഇന്ന് അവരെ പിടിച്ചുകെട്ടാൻ, ദജ്ജാലിന്റെ കൂടെ കൂടുന്ന പട്ടാളത്തെ പിടിച്ചുകെട്ടാൻ വിയർപ്പ് ഗണത്തിന്റെ സുഗന്ധം കൊണ്ട് കഴിയുന്നത് ഖുർആൻ കൊണ്ടാ. ഈസാ നബിക്ക് പിന്നീട് പ്രവാചക പദവിയിൽ താഴെ ഇറങ്ങേണ്ടി വന്നാലും അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകൻ ആ സമൂഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ലൈലത്തുൽ ഖദ്ർ, ആ പ്രവാചകന്റെ അണികളിൽ അംഗമാവാൻ, ലൈലത്തുൽ ഖദ്റിൽ അംഗമാവാൻ അല്ലാഹുവേ, പ്രവാചക പദവിയെ പോലും ത്യാഗം ചെയ്തുകൊണ്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ ഖബൂലാക്കി നബിയേ, അങ്ങ് തല ഉയർത്തിയാലും ലൈലത്തുൽ ഖദ്റിൽ അംഗമാവാൻ അങ്ങേക്ക് അവസരമുണ്ട് നബിയേ. ലൈലത്തുൽ ഖദ്റിന്റെ അംഗത്വം സ്വീകരിക്കാൻ വേണ്ടി ഖിയാമത്ത് നാളിൽ മഹാനവറുകൾ ഇറങ്ങി വരികയാ. സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ നമുക്ക് വിലയില്ലാതെ പോയി. ഹയാത്താക്കാൻ പോവാൻ തെരഞ്ഞെടുക്കും. ആട് ബിരിയാണിയുള്ള പള്ളി ഏതാ? അങ്ങോട്ട് നമുക്ക് അവിടെ പോടാ. എവിടെയാണെങ്കിൽ മൊയിലാര് ദിക്റില്ലേ തീരുമല്ല.
മൊല്ലാക്കായണി സലാത്ത് ചെല്ലുമ്പോൾ ആടണ ആട്ടം കണ്ടാൽ തന്നെ ഭ്രാന്ത് വരും. നമുക്ക് എന്ത് ചെയ്യാം, ആ വേഗം തീരുന്ന പള്ളി, ആ 12 മണിയോടുകൂടി കംപ്ലീറ്റ് പരിപാടി കഴിയുന്ന പള്ളി അതോ അങ്ങോട്ടേക്ക് ഹയാത്താക്കൽ പരിപാടി മാറ്റിയേക്ക് ഒരു ഗൗരവവും ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നതിനോട് ഇല്ല. അള്ളാഹുവേ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാനിന്റെ ശ്രേഷ്ഠതയെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ മഹാനായ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ തഅലൽ മുസ്ലിമീൻ ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. റമളാനിനേക്കാളും നല്ല ഒരു കാലം ഒരു സമൂഹത്തിന് വേറെ വരാനില്ല. ആലോചിച്ചാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വേണം ഇരട്ടി പ്രതിഫലത്തിന് ഹറമിൽ പോവാൻ, നമ്മുടെ വീടിന്റെ അകത്ത് കിട്ടാതെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മരിക്കണ്ടേ? നമുക്ക് മരിച്ചു പോവണ്ടേ? എന്താ കയ്യിലുള്ളത്? എന്താ നമ്മൾ അള്ളാന്റെ മുന്നിൽ കബൂലായത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടേ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല കയ്യില്. കബൂലായെന്ന് പറയാൻ കഴിയോ? ഉഹദിന്റെ രണഭൂമിയില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി ഘോരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ സ്വഹാബികൾ ചിന്ന ഭിന്ന ശിഥിലമായി ചിതറി ഓടിയ നേരത്ത് അള്ളാന്റെ ഹബീബും 11 സ്വഹാബികളും മാത്രം തനിച്ചാകുന്ന ഒരു സന്ദർഭമുണ്ട്. ഓരോരുത്തരും മരണത്തെ കീഴടങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മൻ യറുദ്ദു അന്നാ ഫഹുവ റഫീഖി ഫിൽ ജന്ന. ആരാ ഇവിടെ പ്രതിരോധിക്കാൻ തയ്യാറുള്ളത്? ആരാ ഇവിടെ പ്രതിരോധിക്കാൻ തയ്യാറുള്ളത്? നിശബ്ദമായി ആകാശത്തേക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഉഹദിന്റെ പാറക്കെട്ടിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ ആ പ്രഖ്യാപനം കേൾക്കാൻ അല്ലാഹുവേ, അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിരിമാറുമായി ഹബീബിന്റെ മുന്നിലേക്ക് പെയ്തിറങ്ങുന്ന ശരങ്ങൾക്ക് നേരെ വെച്ചു കൊടുക്കാൻ എന്റെ മാംസത്തുണ്ടുകൾ ഞാൻ സമർപ്പിക്കുമായിരുന്നെന്ന് പറയാൻ ഒരു പ്രവാചക സ്നേഹി ഉഹദിന്റെ പാറക്കെട്ടിന്റെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് നോക്കി മൗനം നിറഞ്ഞു നിൽക്കുന്ന മല പറയുന്ന ഉഹദിന്റെ കഥ. അത് പറയാനും അതിനോട് പങ്കുവെക്കാനും പങ്കുചേരാനും ആ ഉഹദിന്റെ പ്രവാചക പ്രണയത്തോട് മുത്തമർപ്പിക്കാനും ഒരു പ്രവാചക സ്നേഹി പോയി നിൽക്കുന്ന നിൽപ്പ് പോലെ ഉഹദിന്റെ കഥ നമ്മോട് പറഞ്ഞു തരാ. സഹാബികൾ ഓരോരുത്തരും മുന്നിലേക്ക് ചാടിയിട്ട് വിരിമാറ് കാണിച്ച് ഹബീബിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രഖ്യാപനം അകലിൽ നിന്ന് കേൾക്കുകയാ. മഹാനായ അനസ് ബിൻ നദർ എന്ന് പറയുന്ന മഹാനായ സഹാബി, മഹാനവറുകളോട് നല്ല പോരാട്ടത്തിലാ. മഹാനവറുകളുടെ കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞിട്ട് ഓടി വരികയാ അനസ്, ഓടി വരികയാ. അള്ളാന്റെ ഹബീബിനെ ചുടുചുംബനം കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അണച്ചു പിടിക്കാൻ അള്ളാന്റെ ഹബീബിനെ അണച്ചു പിടിച്ച് ആ കഴുത്തോട് കഴുത്ത് കോർത്ത് പിടിച്ചിട്ട് ആ ചെവിയുടെ പിന്നിലതാ ചുംബനം കൊടുക്ക. ഇപ്പുറത്തേക്ക് കഴുത്തിട്ടിട്ട് കഴുത്തോട് കഴുത്ത് കോർത്തിട്ട് ഇപ്പുറത്തെ ചെവിയുടെ പിന്നിലും ചുംബനം കൊടുക്ക. പുന്നാര പൂമാന്റെ ശിരസിലൂടെ തലോട. ആ ശരീരത്തെ വേണ്ടോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് വിരൽ മുറിച്ച സ്ത്രീകളുടെ വിരലറ്റുപോയ വേദന അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആ സൗന്ദര്യധാമത്തെ ആസ്വദിച്ച പോലെയല്ല. സൗന്ദര്യധാമത്തെ ആസ്വദിക്കുന്നതിനപ്പുറം പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ പ്രകാശം കൊണ്ട് ആ പ്രവാചക പ്രേമി അള്ളാന്റെ ഹബീബിനെ അങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും അസ്ത്രങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടുമ്പോ മഹാനായ അനസിന്റെ രക്തം വാർന്നൊലിക്കുമ്പോൾ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ എയ്തുവിട്ട ശരങ്ങൾ അവരുടെ ആവനാഴിയിൽ കാലിയാകുമ്പോൾ അനസ് ബിൻ നദറിന്റെ നേരെ ഇനി എയ്ത് വരാനുള്ളതായ ശരങ്ങളുടെ എണ്ണം കുറവ്. ശരീരത്തിന്റെ മുൻഭാഗം അങ്ങ് തിരിച്ചു കൊടുക്കുമ്പോൾ തുടുത്തു നിൽക്കുന്ന കവിൾത്തടത്തിലേക്ക് ഓരോ ശരങ്ങളും മൂർച്ചയുള്ള ആയുധങ്ങളും വരുമ്പോൾ ആ കണ്ണ് പുറത്തേക്ക് ചാടുമ്പോൾ ആ ചുണ്ട് കീറി മുറിഞ്ഞ് വികൃതമാകുമ്പോൾ മാംസ കഷ്ണങ്ങൾ മുഖത്തെ വികൃതമാക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ നിലംപതിച്ച് വീഴുമ്പോൾ രണാങ്കണത്തിന്റെ ചുവടുവെപ്പുകളിൽ സ്വഹാബത്തിന്റെ പരാജയം, അവർക്ക് ക്ഷീണം സംഭവിച്ചതിന് ബോധ്യപ്പെട്ടിട്ട് പുന്നാര നബി തങ്ങളുടെ കൂടെ പിറ്റേ ദിവസത്തിന്റെ പ്രഭാതത്തിൽ രണാങ്കണം പരിശോധിക്കാനും സ്വഹാബികളിൽ ഷഹീദായവരെ മറവ് ചെയ്യാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ മറവ് ചെയ്യാനും യുദ്ധക്കളം പരിശോധിച്ച് വരുമ്പോ സ്വഹാബത്ത് ചിതറിയോടിയോടുത്ത്
കുറെ ജനാസകൾ പലരുടെയും മറവ് ചെയ്തു. ഇതാ ഒരു പുതിയ ജനാസയാ. സ്വഹാബികൾ എങ്ങനെ നോക്കി, ആ നെറ്റിത്തടത്തിൽ നിന്നും വാർന്നൊലിച്ച രക്തം ഉണങ്ങി പിടിച്ചിട്ട് മുഖം തിരിച്ചറിയാവതല്ല, ആ രക്തത്തെ തുടച്ച് മാറ്റാവതല്ല, അത് ഷഹീദിന്റെ രക്തവാത് ആദരണീയമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ട് പറയാ, നബിയെ ഇവിടെ ഒരു മയ്യിത്ത് കിടക്കുന്നുണ്ട്, ഇതാരുടേതെന്ന് തിരിച്ചറിയുന്നില്ല നബിയെ, ഇതാരുടേതെന്ന് തിരിച്ചറിയുന്നില്ല നബിയെ. സ്വഹാബികൾ വട്ടമിട്ട് നിൽക്കാ, എല്ലാവരും ഉറ്റുനോക്കാ. ഒരടയാളം കൊണ്ടും വസ്ത്രത്തിന്റെ നിറം കൊണ്ടും ശരീരത്തിന്റെ ആകാര വടിവ് കൊണ്ടും ആ ശരീരഭാഷ കൊണ്ടും ഇടതൂർന്നു നിൽക്കുന്ന ദാടിരോമം രക്തത്തിൽ കുളിച്ചത് കൊണ്ട്, കട്ട പിടിച്ച് നിൽക്കുന്നത് കൊണ്ട്, മുഖഭാവം കൊണ്ടും മാംസങ്ങൾ തുറിച്ചു നിൽക്കുന്നത് കൊണ്ടും, കണ്ണ് പുറത്തേക്ക് ചാടിയത് കൊണ്ടും ആ ശരീരത്തെ തിരിച്ചറിയാൻ കൂട്ടുകാർക്ക് പോലും അയൽവാസികൾക്ക് പോലും കഴിയാതെ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വന്ന് നോക്കുമ്പോൾ പുന്നാര പൂമാന് കഴിയുന്നില്ല, ആരെന്ന് പറയാൻ കഴിയുന്നില്ല. പെട്ടെന്നതാ ഒരു കുഞ്ഞുമോളുടെ അലറിക്കരച്ചിൽ കേൾക്കാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഓടി വരാ. സ്വഹാബികൾ വട്ടമിട്ട് നിൽക്കുന്ന അനസിന്റെ മയ്യത്തിന്റെ ഇടയിലേക്ക് സ്വഹാബികളെ വകഞ്ഞു മാറ്റിയിട്ട് ഒരു ചെറിയ മോള് കടന്നു വരാ. ആ പൊന്നുമോള് കടന്നു വന്നിട്ട് ആ മയ്യത്തിന്റെ താഴെ ഇരുന്നിട്ട് മയ്യത്തിനോടൊപ്പം ഇരുന്നിട്ട് ആ മയ്യത്തിന്റെ വലത്തെ കയ്യിന്റെ ചെറുവിരലൊന്ന് ഉയർത്തിയിട്ട് അതൊന്നും മടക്കി കാണിച്ചപ്പോ ആ ചെറുവിരലിന്റെ വിടവിലതാ ഒരു കറുത്ത മറക് കണ്ടപ്പോ വിളിച്ചു പറയാ, നെഞ്ചില് കൈ വെച്ചിട്ട്, നബിയേ ഈ കിടക്കുന്നത് എന്റെ ആങ്ങള അനസാ നബിയേ, ഈ കിടക്കുന്നത് എന്റെ ഇക്കാക്ക അനസാണ് നബിയേ. എന്റെ ഉപ്പയില്ല, എന്റെ ഉമ്മയില്ല, എനിക്കാരുമില്ല, അഭയം എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയാ, എന്റെ ഇക്കാക്ക അനസാണ് നബിയേ എന്ന് പറയുന്ന ആ പൊന്നുമോൾ അള്ളാന്റെ ഹബീബ് വാരിപ്പുണരാ. ആലോചിക്കണേ സഹോദര, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തതാ, അത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സമർപ്പിച്ചതാ. ഉഹദിന്റെ രണഭൂമിയിൽ പുണ്യപൂമാന അണച്ചു പിടിച്ച വിയർപ്പ് കണത്തിന്റെ ആ സുഗന്ധപൂരിതമായ അവസ്ഥയിൽ ശ്വാസം വലിച്ചുകൊണ്ടാ മഹാനായ അനസുവിന് നിറന്നവർ ഷഹീദായത്. അള്ളാഹുവിന്റെ കോടതിയിൽ പറയാനുണ്ടാകും, അള്ളാഹുവേ നീ നിന്റെ സ്വർഗമാണ് അനസിന് നൽകുന്നതെങ്കിൽ അത് നിന്റെ ഔദാര്യമാണ് അല്ലാ. അനസ് അവസാനമായി ശ്വസിച്ചത് നിന്റെ ഹബീബിന്റെ വിയർപ്പിന്റെ മണമല്ലേ അല്ലാ. അനസ് അവസാനമായി കാതോർത്തത് നിന്റെ ഹബീബിന്റെ നെഞ്ചിടിപ്പിന്റെ താളമല്ലേ അല്ലാ. അനസ് അവസാനമായി അണച്ചുപിടിച്ച് ചൂടുകൊണ്ടത് നിന്റെ ഹബീബിന്റെ മാറിന്റെ ചൂടല്ലേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഉഹദിൽ ഞാൻ എന്റെ പെങ്ങളെ യതീമാക്കിയിട്ട് പോന്നതല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം തരാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ അത് നിന്റെ ഔദാര്യമല്ലേ അല്ലാ. അനസ് റളിയല്ലാഹു അൻഹു വിചാരണ നേരത്ത് അല്ലാഹുവോട് പറയുമായിരിക്കും, റബ്ബേ നീ എനിക്ക് നരകമാണ് തരുന്നതെങ്കിൽ അനസിന് പരാതിയില്ല അല്ലാ, അത് നിന്റെ നീതിയാണ് അല്ലാ. സ്വഹാബത്ത് കൊണ്ടുവരുന്ന അമലിന്റെ കൂമ്പാരങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകാൻ യോഗ്യരാക്കുമ്പോൾ നമുക്ക് യോഗ്യതയ്ക്ക് ഇനി ഒരു ഉഹദില്ല, ഇനി ഒരു ബദറില്ല, അഷ്റഫുൽ ഖൽഖിനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, സ്വലാത്തുകളുണ്ടല്ലോ, പരിശുദ്ധ റമദാൻ നമ്മുടെ വീട്ടുവളപ്പിലെത്തിയല്ലോ. റമദാനിനോടുള്ളതായ അദബുകൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ എന്റെ ശരീരത്തിനെ കൊണ്ട് പറ്റുന്ന പോലെ നോമ്പെടുത്ത് അല്ലാഹുവേ സ്വഹാബികൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഒരു ചാൻസ് എനിക്ക് കിട്ടുമോ? പ്രാർത്ഥനകൾ കൊണ്ടും പ്രയത്നം കൊണ്ടും നമ്മൾ ധന്യരാവണം മുഅ്മിനെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം മുഅ്മിനെ. ഈ വഅദ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട പ്രയോജനം അതാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ട ഉമ്മ സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റഷീദ് സാഹിബ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉള്ളവൻ ഇവിടെ വന്ന് വഅദ് പറഞ്ഞത് കേട്ടിരുന്ന എന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കൂടിയിരുന്ന ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. നീ തന്ന സമ്പത്ത് കൊണ്ടും നീ തന്ന ആരോഗ്യം കൊണ്ടും നീ തന്ന മനക്കരുത്ത് കൊണ്ടും
ദുർബലമാണെങ്കിലും നീ തന്നൊരൽപ്പം ഈമാനുണ്ട്. ആ ഈമാൻ കൊണ്ടും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സങ്കടം കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഈ പരിപാടികൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ നീ ഖബൂലാക്ക് അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഹദറത്തിൽ ഒരു വലിയ പ്രതിഫലത്തിന്റെ പ്രവാഹമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവസാനം നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു നമുക്ക് റമദാൻ അനുകൂലമാക്കി തരട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു ചേർക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.